ലയണൽ മെസ്സിയെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. പ്രായം കൂടുന്തോറും വീര്യമേറുന്ന ഒരു കളിക്കാരനാണ് മെസ്സി എന്ന് വീണ്ടും വീണ്ടും മെസ്സി തെളിയിക്കുകയാണ്. മുഹമ്മദ് ജിഷാന്റെ ചോദ്യമാണ്. പൊതുവെ ഒരു കളിക്കാരൻ്റെ പ്രൈം എന്ന് പറയുന്നത് സ്വാഭാവികമായും അയാളുടെ 30 വയസ്സിന് മുമ്പാവും. എന്നാൽ മെസ്സിയെ ഏറ്റവും മികച്ച ഫോമിൽ കണ്ടത് അയാളുടെ 35-ാം വയസ്സിലും ഇപ്പോൾ 4 വയസ്സ് കൂടിയപ്പോൾ അതിനേക്കാൾ മികച്ചതായിരിക്കുന്നു. ഫുട്ബോളിൻ്റെ അത്ര ഫിറ്റ്നസ് ആവശ്യമില്ലാത്ത ക്രിക്കറ്റിൽ പോലും കളിക്കാർ 30-33 വയസ്സാകുമ്പോൾ കരിയർ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതായി കാണാം. മെസ്സി എന്തുകൊണ്ടാണ് ഇതിൽ വ്യത്യസ്തനാവുന്നത്? ഇത് മെസ്സി എന്ന കളിക്കാരനെ നമുക്ക് രണ്ട് രീതിയിൽ കാണണം. മെസ്സി എന്ന ക്ലബ് ഫുട്ബോളിന്റെ പീക്ക് തീർച്ചയായിട്ടും 20കളിലായിരുന്നു. ആ 2008-നും ഒരു 15-നും ഇടയ്ക്ക് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന സമയത്ത് മെസ്സി എന്ന അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ പീക്ക് വളരെ വൈകിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കളിക്കാർ, അതിപ്പോ ഏറ്റവും നല്ല കളിക്കാരാവണമെന്നില്ല, ഏറ്റവും നന്നായിട്ടൊരു ടീമായിട്ട് കളിക്കാൻ പറ്റുന്ന, അതേപോലെ ഒരു ടീം അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കോച്ച്, ഇതെല്ലാം പല ഫാക്ടേഴ്സും ഉണ്ട് അതിൽ. അത് ശരിക്കും എല്ലാം ഒത്തു വന്നത് സ്കലോണി കോച്ചായതിനു ശേഷം തനിക്ക് വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പ് കളിക്കാർ, ആ ഗ്രൂപ്പ് തീരെ മാറിയിട്ടുമില്ല. വളരെ ചുരുക്കം മാറ്റങ്ങളേ ഉള്ളൂ 2022 അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം അത് ആ അന്താരാഷ്ട്ര ഫുട്ബോളിനും ക്ലബ് ഫുട്ബോളിനും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ ലോകകപ്പ് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിനേക്കാളും 4 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രായത്തിൻ്റെതൊന്നും ബാധിക്കാത്ത രീതിയിലാണല്ലോ മെസ്സി കളിക്കുന്നത്. അത് ആ ടീമിന്റെ സ്ട്രാറ്റജിയും അതനുസരിച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ മെസ്സിയുടെ അടുത്ത് നിന്ന് നമുക്ക് മാക്സിമം കിട്ടാൻ പറ്റും. മെസ്സിയെ 90 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. ആ കളിക്കാരൻ്റെ മികവ് എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രകടിപ്പിക്കാൻ പറ്റും, ആ ഒരു ശൈലിയിൽ കളിക്കുക. അത് അവർ ആദ്യത്തെ കളി തൊട്ട് തന്നെ വളരെ വ്യക്തമായിരുന്നു, അൾജീരിയക്കെതിരെയുള്ള കളി തൊട്ട്. അപ്പൊ അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവർക്ക് അറിയാം 39 വയസ്സായി, ഇയാളെ കൊണ്ട് നിങ്ങൾ 90 മിനിറ്റ് ഇങ്ങനെ ഓടിപ്പിക്കാൻ ഡിഫെൻഡ് ചെയ്യാൻ എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഈ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ നമ്മളിപ്പോൾ റൊണാൾഡോയുടെ ഒരു ഫോം, ഈ കഴിഞ്ഞ കളികളിലൊക്കെ ഉണ്ടായിരുന്ന റീസെന്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ എങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? അതായത് മെസ്സിയുടെ ഒരു കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുമായിട്ടും മാനേജറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അത്രയും പ്ലാൻ ചെയ്തൊരു ഒരു കരിയർ എന്നുള്ള രീതിയിലാണല്ലോ. ഈ റൊണാൾഡോന്റെ കാര്യത്തിൽ എന്തായിരിക്കും അത്? റൊണാൾഡോന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആ പോർച്ചുഗൽ ടീമിന് ശരിക്കും റൊണാൾഡോന്റെ ചുറ്റും സൃഷ്ടിക്കേണ്ട ഒരു ടീമല്ല അത്. റൊണാൾഡോന് അതിൽ കളിക്കായിരുന്നു, പക്ഷെ ഒരു സ്പെഷ്യൽ പ്ലെയർ ഒന്നും ആയിട്ടല്ല. ഈ അർജന്റീന ടീമിന് മെസ്സി ഇല്ലാതെ ഒരു കപ്പ് ജയിക്കാൻ പറ്റില്ല. അത് ഇന്നലെയും നമ്മൾ കണ്ടു ആ 2 അസിസ്റ്റിന്റെ കാര്യത്തിൽ. പോർച്ചുഗലിന് റൊണാൾഡോ ഇല്ലാതെ ജയിക്കാന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോ റൊണാൾഡോ അടുത്ത യൂറോ കളിച്ചില്ലെങ്കിലും ആ ടൂർണമെന്റിൽ ഒരു ഫേവറേറ്റ് ഒരു ടീം ആയിരിക്കും പോർച്ചുഗൽ എങ്ങനെയായാലും. എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള കളിക്കാരുണ്ട്. അപ്പൊ അതെപ്പോഴും ഒരു ബാലൻസ് നിങ്ങളുടെ ടീമിലത്തെ കളിക്കാർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഈ അർജന്റീന ടീമിന്റെ ഒരൊറ്റ ആള് മെസ്സിയുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. Camely Diamond and Gold, setting trends in Calicut. അടുത്തത് ഇംഗ്ലണ്ട് എങ്ങനെയാണ് തോറ്റതെന്ന് വ്യാസന്റെ ചോദ്യമാണ്. ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് സമ്മർദ്ദം വിളിച്ചു വരുത്തി മത്സരം തോൽക്കുകയായിരുന്നു ടുച്ചേൽ. 10 പേരുമായി മെക്സിക്കോക്കെതിരെ ഒരു പകുതി മുഴുവൻ അവരിത് വിജയിപ്പിച്ചിരുന്നു. അമിത ആത്മവിശ്വാസമോ ടെക്നിക്കൽ ബ്ലണ്ടറോ? എന്താണ് ഇംഗ്ലണ്ടിന് സംഭവിച്ചത്? ഒരു കാര്യം കൂടി, ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിലും അഗ്രസീവ്നെസ്സിന്റെ കാര്യത്തിലും ആദ്യ പകുതിയിൽ സിമിയോണിയെ ഇറക്കിയ സ്കലോണിയുടെ പ്ലാൻ വിജയകരമായിരുന്നു. സിമിയോണി തീർച്ചയായിട്ടും എന്താ പറയുക, അവർക്ക് ഒരു എഡ്ജ് കൊടുത്തു. 1-2 ഫൗളുകൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലണ്ടിനെ അറിയിക്കാൻ, ഞങ്ങൾക്കും ഫിസിക്കലായി കളിക്കാൻ പറ്റും. നമ്മൾ കളിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിന്റെ ഫിസിക്കാലിറ്റി പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബെല്ലിംഗം, കെയ്ൻ അങ്ങനത്തെ കളിക്കാരൊക്കെ. അപ്പൊ അത് ഞങ്ങൾക്ക് പേടിയില്ല എന്ന് കാണിക്കാൻ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സിമിയോണിന്റെ 1-2
ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ മകൻ തന്നെയാണ് എങ്ങനെയായാലും. മറ്റേ ചോദ്യം, അത് എല്ലാവരും കളി കണ്ടതാണല്ലോ. 55-ാം മിനിറ്റിന് ശേഷം എനിക്ക് തോന്നുന്നു 90 മിനിറ്റ് വരെ ആ 35 മിനിറ്റ് ആ പീരിയഡിൽ ഇംഗ്ലണ്ടിന് 12% പൊസിഷൻ ഉണ്ടായിരുന്നു. അത് സാധാരണ നമ്മൾ ഒരു സ്കൂൾ മാച്ചിൽ പോലും അത്രയും ഒരു ഡിഫറൻസ് കാണില്ല രണ്ട് ടീം തമ്മിൽ. അത് ഇത്രയും വലിയ കളിക്കാരുള്ളൊരു ടീം, ബെല്ലിംഗം, കെയ്ൻ, ഗോർഡൻ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി, റാഷ്ഫോർഡ് വന്നു, റൈസും ആൻഡേഴ്സണും മിഡ്ഫീൽഡിൽ, ഇത്രയും നല്ല കളിക്കാരുണ്ടായിട്ട് പിന്നെ ഒരു സാക്കയും മെസ്സിയൊക്കെ ബെഞ്ചിലിരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്നത് ഒരു എക്സ്ട്രാ സെൻറ്റർ ബാക്ക് / റൈറ്റ് ബാക്ക് എസ്രി കോൺസ്, പിന്നെ ഒരു സെൻറ്റർ ബാക്കായി സാധാരണ കളിക്കുന്ന ഡാൻ ബേൺ റൈറ്റ് ബാക്കായിട്ട്. ഡാൻ ബേൺ ആണെങ്കിൽ ഒരു സ്റ്റാച്യുവിൻ്റെ അത്ര സ്പീഡേ ഉള്ളൂ. അതും ഒരു കളി ചേസ് ചെയ്യണ ഒരു ടീം, അർജന്റീന കളി ചേസ് ചെയ്യായിരുന്നു. ആ ടീമിനെതിരെ നിങ്ങൾ അവസാനം കൊണ്ടുവരുന്ന ഒരു കളിക്കാരനാണ് ഡാൻ ബേൺ. അത്രയും സ്പീഡ് കുറവാണ്. അപ്പം അത് എന്ത് കണ്ടിട്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തിയതെന്ന് ആർക്കും അറിയില്ല. അടുത്തത് അഫ്സായക്കയുടെ ചോദ്യം. ഇതുവരെയുള്ള മത്സരങ്ങളിൽ അർജന്റീന ചെയ്തിട്ടുള്ള മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലെ പോരാട്ട വീര്യം, തിരിച്ചുവരവ്, ഇത് സ്പെയിനിനോട് കളിക്കുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കൂടാതെ ഇംഗ്ലണ്ടിനെതിരെ ഒട്ടാമെൻഡി പോലുള്ള വേഗത കുറഞ്ഞ ഡിഫൻസിനെ ഇറക്കിയത് വിവേകമുള്ള തീരുമാനമായി കാണുന്നുണ്ടോ? അത് ആ തീരുമാനം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഓട്ടോമെന്റിയെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇംഗ്ലണ്ട് ബോക്സിൽ എത്തണം. ഇംഗ്ലണ്ട് സ്വന്തം 6 യാർഡ് ബോക്സിന്റെ അടുത്ത് 10 കളിക്കാർ നിൽക്കുമ്പോൾ ആരും ഓട്ടോമെന്റിന്റെ മേതെ ഒരു പ്രഷറും എക്സേർട്ട് ചെയ്തിട്ടില്ല. അത് സ്പെയിനിൻ്റെ എതിരെ അതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ സ്പെയിൻ കളിക്കണ രീതി അവർ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. അവർ ഫ്രാൻസ് ആയാലും അർജന്റീന ആയാലും അവർ പേടിച്ചിട്ടല്ല കളിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? പോരാട്ട വീര്യത്തിനെ പറ്റി. അത് ഭയങ്കര ഒരു സ്റ്റാറ്റിസ്റ്റിക് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. 19 ഗോളാണ് അർജന്റീന ഈ ലോകകപ്പിൽ അടിച്ചിട്ടുള്ളത്. അത് എല്ലാ കാലത്തും ഒരു റെക്കോർഡാണ് അവർക്ക്. അതിൽ 11 ഗോൾ 75-ാം മിനിറ്റിന് ശേഷം. അത് ഒരു ടീമിൻ്റെ മനക്കരുത്തിനെ പറ്റി അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ക്ലോപ്പ് മുമ്പ് അദ്ദേഹത്തിൻ്റെ ലിവർപൂൾ ടീമിനെ പറ്റി മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ലോകകപ്പിലത്തെ മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് അർജന്റീനയാണ്, അതിലൊരു സംശയമില്ല. അടുത്തത് അമൽ എസ്സയുടെ ചോദ്യം ദിലീപിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞുകൊണ്ടാണ്. ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ചർച്ചയിൽ ദിലീപ് സാർ മെസ്സിയും റൊണാൾഡോയും യഥാക്രമം ഇന്റർ മിയാമിയിലേക്കും അൽ നസറിലേക്കും മാറിയതിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. താരതമ്യേന ചെറിയ ലീഗുകളിൽ കളിക്കുന്നത് ലോകകപ്പ് പോലൊരു വലിയ വേദിയിലെ ഉയർന്ന സമ്മർദ്ദമുള്ള മത്സരങ്ങളെ നേരിടാനുള്ള അവരുടെ കഴിവിനെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു ചെറിയ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് വലിയൊരു ട്രക്കുമായി നിരത്തിലിറങ്ങുന്നതിനോടാണ് അതിനെ ഉപമിച്ചത്. എന്നാൽ ഈ ലോകകപ്പിലെ മെസ്സിയുടെ പ്രകടനം കണ്ടതിന് ശേഷം ആ പഴയ വിലയിരുത്തലിനെ ഇന്ന് എങ്ങനെ നോക്കിക്കാണുന്നു? അത് തീർച്ചയായിട്ടും മെസ്സിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും തെറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനും ഈ ലോകകപ്പിന് മുമ്പ് മെസ്സി 8 ഗോളും 4 അസിസ്റ്റും സെമി ഫൈനൽ കഴിയുമ്പോഴേക്കും ഉണ്ടാവുന്ന ആരും പ്രവചിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അത്രയും 39 വയസ്സിൽ, ഇപ്പൊ പെലെയൊക്കെ അവസാനത്തെ ലോകകപ്പ് ഫൈനൽ കളിക്കുന്നത് 29 വയസ്സിൽ. ഇതിപ്പോ 10 കൊല്ലം കൂട്ടണം. സിഡാൻ അവസാനം കളിക്കുന്നത് 34 വയസ്സിൽ, മാരഡോണ അവസാനം കളിച്ചത് 30 വയസ്സിൽ. ഈ 39 ഒരു ഫൈനൽ എത്തുക എന്നുള്ളത് തന്നെ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇതേ നിലവാരത്തിലല്ല, ആകെ ഒരു സ്വിറ്റ്സർലൻഡ് കളി മാത്രം വേണമെങ്കിൽ കുറച്ചൊന്ന് മങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതിലും പക്ഷെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് അത്. ഈ ഒരു ലെവലിൽ ഒരു കളിക്കാരൻ ഒരു ലോകകപ്പ് മുഴുവൻ കളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ മാരഡോണിന്റെ കാര്യത്തിൽ മാത്രം 86-ൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അപ്പോൾ ഒരു കളി കുറവായിരുന്നു. മാരഡോണയ്ക്ക് 25 വയസ്സായിരുന്നു. അത് ഭയങ്കര ഒരു വ്യത്യാസം. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746722922. അടുത്ത ചോദ്യം സാരം ഗച്ചന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്സി റൊണാൾഡോ ഡിബേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മെസ്സി റൊണാൾഡോ ഡിബേറ്റ് യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും പ്രസക്തമായിരുന്നോ? അതോ അത് പ്രധാനമായും ആരാധകർ സൃഷ്ടിച്ച ഒരു ചർച്ച മാത്രമായിരുന്നു? കാരണം മെസ്സി എപ്പോഴും സമ്പൂർണ്ണ ഫുട്ബോൾ താരമായിരുന്നുവെന്നും
റൊണാൾഡോയെ ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർമാരുടെ കൂട്ടത്തിലാണ് വിലയിരുത്തേണ്ടതെന്നും പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാണ് ശരിക്കുള്ള ഒരു വിലയിരുത്തൽ. എന്ന് വെച്ചാൽ റൊണാൾഡോന്റെ കഴിവുകൾ ഗോൾ അടിക്കുക, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ആ കാലത്ത് 450 ഗോളിന് അടുത്താണ് അടിച്ചത് റയൽ മാഡ്രിഡിന് കളിച്ച 9 കൊല്ലം. പക്ഷെ ഏകദേശം അത്ര തന്നെ ഗോള് മെസ്സിക്കും അടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു ഓൾറൗണ്ട് കളിക്കാരനായിട്ട് ബാക്കി ഇപ്പോൾ ഈ ലോകകപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വരുമ്പോഴും അർജന്റീനയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ളത് മെസ്സിയാണ്. അത് അസിസ്റ്റ് കൊടുത്തിട്ടാണെങ്കിലും പല സമയത്ത് കീ പാസ്, അസിസ്റ്റിലേക്ക് ലീഡ് ചെയ്യണ പാസ് കൊടുത്തിട്ടാണെങ്കിലും എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും മെസ്സി ഉണ്ട്. അങ്ങനെ ഒരു കളി സ്വാധീനിക്കാനുള്ള കഴിവ് റൊണാൾഡോന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. താൻ തന്നെ ഒരു കളി നിയന്ത്രിക്കുക എന്നുള്ള ഒരു രീതിയിൽ. അടുത്ത അമൽദാസിന്റെ 2 ചോദ്യങ്ങളാണ്. അർജന്റീനയുടെ വലതുവശത്ത് ഒരു ബലഹീനതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊളീന ആക്രമണത്തിനായി മുന്നോട്ട് നീങ്ങുമ്പോൾ എതിരാളികൾക്ക് ആക്രമണത്തിന് ഇടം ലഭിക്കുന്നു. അത് നോക്കൌട്ട് ഗെയിമുകളിൽ പ്രകടമായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഇന്നലെ നമ്മൾ കണ്ടു. ആന്റണി ഗോർഡൻ ലെഫ്റ്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ മൊളീനയ്ക്ക് ഒരു ഐഡിയ ഇല്ല ലെഫ്റ്റ് വിങ്ങർ എവിടെയാണെന്ന്. നിങ്ങൾ റൈറ്റ് ബാക്ക് ആണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി ലെഫ്റ്റ് വിങ്ങറെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ മറ്റേ ഭാഗത്തും ടാഗ്ലിഫിക്കോ ഇന്നലെ അബദ്ധം തന്നെയായിരുന്നു. അത് ശരിക്കും മോർഗൻ റോജേഴ്സ് 1-2 തവണ അത് ചാലഞ്ച് ചെയ്തുള്ളൂ. ശരിക്കും കുറച്ചും കൂടി അവർക്ക് അതും യമാലാണെങ്കിൽ ഉറപ്പായിട്ടും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും. ലൂക്ക ഡിനിയുടെ അടുത്ത് ചെയ്തു അത് ഫ്രാൻസിനെതിരെ. ഇവർ ആദ്യം സ്പെയിനിന്റെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ടാഗ്ലിഫിക്കോം ഇവിടെ മൊളീനയും ആയിരിക്കും ഒരു ടാർഗറ്റ് ചെയ്യുക. മൊളീനെ മാറ്റി മോണ്ടിയലായാലും അതേ പ്രശ്നമാണ്. രണ്ടുപേരും മുന്നോട്ട് പോകാൻ നല്ല ഫുൾ ബാക്സ് ആണ്. ഇപ്പോൾ ഡിപ്പോൾ ആയാലും സിമിയോണി ആയാലും ആരാ റൈറ്റ് വിങ്ങർ വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യും. റൈറ്റ് മിഡ്ഫീൽഡർ എന്ന് പറയാം, വിങ്ങർ എന്ന് പറയില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ മറ്റേ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ 2 സൈഡിലും അബദ്ധമാണ്. ആ പൊസിഷണൽ പ്ലേ ശരിയല്ല. ഇപ്പം ഞാൻ കമ്പയർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. എല്ലാവരും ബ്രസീലിൻ്റെ പണ്ട് കാലത്തെ ഫുൾ ബാക്സിനെ പറ്റി പറയും. കാഫു, റോബർട്ടോ കാർലോസ്. അത്ര തന്നെ മികച്ച ഫുൾ ബാക്സ് അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. ഹാവിയർ സനറ്റി എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച റൈറ്റ് ബാക്സിൽ ഒരാളാണ്. മറ്റേ വശത്ത് ഹുവാൻ പാബ്ലോ സൊറീൻ 2006 ലോകകപ്പിലൊക്കെ കളിച്ച് ശരിക്കും ഒരു വാറിയർ ആയിരുന്നു സൊറീൻ. അത് ആർക്കും അങ്ങോട്ട് മറികടന്ന് പോകാൻ പറ്റില്ല. അപ്പം ആ സ്റ്റാൻഡേർഡിലുള്ള ഫുൾ ബാക്സ് ഉണ്ടായിരുന്ന ഒരു ടീമാണ് അർജന്റീന. ഇത് ഇപ്പോഴത്തെ ഏത് കളി കുറച്ച് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത് യമാലിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മെദീന കളിക്കേണ്ടി വരും. അവിടെ ടാഗ്ലിഫിക്കോന് 34 വയസ്സായി. ഒരു ഓട്ടത്തിന്റെ ഒരു റേസ് വന്നു കഴിഞ്ഞാൽ യമാലിന്റെ ആ ഒരേ ട്രാക്കിൽ പോലും എത്തില്ല. ഈ കഴിഞ്ഞ സ്പെയിൻ ഫ്രാൻസ് സെമി ഫൈനലുമായി ബന്ധപ്പെട്ടിട്ട് ആബേൽ പീറ്ററിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഫ്രാൻസ് സ്പെയിൻ മാച്ചിന് മുൻപ് ഫ്രാൻസിൻ്റെ ഒരുപാട് പോരായ്മകൾ പലരും പറഞ്ഞപ്പോഴും ദിലീപ് സാർ അത് കാര്യമായി എടുക്കാത്തതുപോലെ തോന്നി. പ്രധാനമായും ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡിലെ വീക്ക്നെസ്. ഇതൊരു മികച്ച ഫ്രഞ്ച് ലൈനപ്പ് ആണ് എന്ന് പറയുമ്പോഴും 2018 ഫ്രാൻസിനുണ്ടായിരുന്ന പോലെ ഒരു നല്ല ഹോൾഡിംഗ് ആൻഡ് ബോൾ വിന്നിംഗ് മെഷീൻ ഈ സ്ക്വാഡിൽ ഇല്ലായിരുന്നു. ലൈക്ക് എൻഗോളോ കാൻറ്റെ. പോഗ്ബയെ പോലൊരു ക്രിയേറ്ററും ഇല്ല. ചുവമെനി ആൻഡ് റാബിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫ്രാൻസ് ജയിക്കില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. റിയൽ മാഡ്രിഡ് ഫാൻസിനോട് ചോദിച്ചാൽ പോലും ചുവമെനിയെ വലുതായി റേറ്റ് ചെയ്യുന്നില്ല. നല്ല ഒരു പ്രസ്സിംഗ് സ്ട്രക്ചർ ഉള്ള ടീമിനെതിരെ ഫ്രാൻസ് കഴിഞ്ഞ 5-6 കൊല്ലമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്കെതിരെ അവരുടെ പേസ് വെച്ച് കളി ജയിക്കാറുമുണ്ട്. ഫുട്ബോൾ എന്നാൽ സ്പീഡിൽ ഓടുക എന്നുള്ളത് മാത്രമല്ല, ബോൾ ഹോൾഡ് ചെയ്ത് പാസ് ചെയ്ത് കളിക്കുന്ന കളിയാണെന്ന് സ്പെയിൻ ഫ്രാൻസിനെ പഠിപ്പിച്ചു. ബാഴ്സലോണ ജയിച്ചു. എന്തു പറയുന്നു? അത് ഈ 2 കളിക്കാരുടെ കാര്യം പറഞ്ഞത്, പക്ഷെ അത് അവർ ഓവർലോഡ് ചെയ്തിട്ട് ജയിച്ചതാണ്. സ്പെയിനിന് 3 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു, ഓൾമോ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിട്ട്. ഇത് ഡെഷാംസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നിങ്ങൾ 16 ഗോൾ അടിച്ച് 2 ഗോൾ മാത്രം വഴങ്ങി സെമിയിലെത്തിയൊരു ടീമിന് അതിൻ്റെതായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കളിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ സ്പെയിനെതിരെ നിങ്ങൾ മിഡ്ഫീൽഡിൽ ഔട്ട് നമ്പേർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോൾ കിട്ടില്ല. അതാണ്. അതിപ്പോൾ എംബാപ്പെ പിന്നെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ആദരവാണ് ദിദിയർ ഡെഷാംസ്. അപ്പോൾ ഓപ്പണായിട്ട് അവർ വന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അഭിമുഖത്തിലൊക്കെ എംബാപ്പെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ മിഡ്ഫീൽഡ് തീരെ
കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് നല്ലൊരു ഒബ്സർവേഷനാണ്. ആ 2018 ടീമിൽ കാൻറ്റയുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ മാത്രമായിരുന്നില്ല, ബ്ലേസ് മറ്റുവിയുടെ ആ ബോക്സ് ടു ബോക്സ് ഓട്ടം ഭയങ്കര പ്രധാനമാണ്. അത് ഈ ടീമിൽ ശരിക്കും ഒരു ഫിറ്റായിട്ടുള്ള ചുവമനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം എത്രത്തോളം 100% ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിക്കും സ്പെയിൻ മുതലെടുക്കുകയും ചെയ്തു. മുമ്പത്തെ ഒരു ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വാറൻ സേർ എമറി അവരെപ്പോൾ കളിപ്പിക്കുന്ന നോക്കണം. എന്താ വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഫ്രാൻസിലുള്ള ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡ് ചെറുപ്പക്കാരനുമാണ്, 21 വയസ്സേ ആയിട്ടുള്ളൂ. PSG പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ല. എന്താ വെച്ചാൽ അവിടെ വിറ്റീനിയൻ ജാവനവെസ്സുമാണ്. പക്ഷെ വളരെയധികം കഴിവുള്ള ഇപ്പോൾ നേരത്തെ പോഗ്ബയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ പോഗ്ബയുടെ അതേ ശൈലിയല്ല, പക്ഷെ ഒരു കംപ്ലീറ്റ് സ്കിൽസ് ഉള്ള ഒരു ഫുട്ബോളറാണ്. റൈറ്റ് ബാക്കും കളിക്കാൻ പറ്റും. അപ്പോൾ ആ വാറൻ സേർ എമറിയെ കളിക്കാത്തത് എനിക്ക് കുറച്ചൊരു അതിശയമായിരുന്നു. തീരെ ഒരു 19 മിനിറ്റോ എത്രയൊക്കെ കിട്ടിയുള്ളൂ. അടുത്തത് അശ്വിൻ MS-ന്റെ ചോദ്യം. ക്ലബിലൊപ്പം കളിക്കുന്ന താരങ്ങൾ ദേശീയ ടീമുകളിൽ എതിർചേരിയിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഫഷണലിസത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ പല ചർച്ചയിലും സംസാരിച്ച് കേട്ടു. എന്നാൽ ബാഴ്സലോണ താരങ്ങളായ ഡാനി ഒൽമോയും ലാമിൻ യമാലും തങ്ങൾ ഒരേ ക്ലബിൽ കളിക്കുന്നത് കൊണ്ട് കൂടിയാണ് കൂടുതൽ ഒത്തിണക്കം ദേശീയ ടീമിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? 2010 ബാഴ്സലോണ മിഡ്ഫീൽഡുമായി കളിച്ച് കിരീടം നേടിയ സ്പെയിൻ ടീമിന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം ഏത് ടീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇംഗ്ലണ്ട് ഏറ്റവും ശക്തമായി കളിച്ചിരുന്ന സമയത്ത് റൈസും ബുക്കായോ സാക്കിയും ഒരുമിച്ച് കളിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് അത് നമുക്ക് കാണാൻ പറ്റും. മുമ്പത്തെ ജർമ്മനിയിൽ കാണുമായിരുന്നു. ഇപ്പം ഷ്വൈൻസ്റ്റൈഗറും ഫിലിപ്പ് ലാം, കിമ്മിച്ച് ഇവരൊക്കെ ഒരുമിച്ച് കളിച്ച കളിക്കാർ. അപ്പം അതെല്ലാ ഫ്രാൻസിനും അതെ, പലപ്പോഴും ഒരുമിച്ച് കളിക്കുന്ന കളിക്കാർ ഒരു ടീമിലുള്ളപ്പോൾ അവർ തമ്മിൽ തീർച്ചയായിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ അർജന്റീനയുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു നാഷണൽ ടീമായിട്ട് അത്രയും കളികൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഈ സൗത്ത് അമേരിക്കൻ ടീംസിനുള്ള വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ഈ ക്വാളിഫയിങ് ഇത് 18 കളിയായത് കാരണം നിങ്ങൾ ഒരുമിച്ച് കുറേ കളിക്കും. അപ്പോൾ ഈ 2022 26 ആയിട്ട് തന്നെ 36 ക്വാളിഫയിങ് മാച്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അത് കൂടാതെ ഫ്രണ്ട്ലി മാച്ചസ് വേറെ. അപ്പം ഈ കളിക്കാർക്ക് ഏകദേശം ഒരു ക്ലബ് ടീമിലത്തെ ടീംമേറ്റ്സ് ഉള്ള പോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അർജന്റീന ടീമിൽ നമുക്ക് കാണാം. അടുത്തത് അശ്വിൻ, ടീം ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സ്പെയിനിന് ഒരു നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ 4-1-2-3 ഫോർമേഷനിൽ കളിക്കുന്നത്? ഒരു ടോപ്പ് ക്ലാസ് നമ്പർ 9 ഹാലൻഡ് എന്ന സ്ട്രൈക്കർ ഉണ്ടായിട്ടും നോർവേ എന്തിനാണ് 4-1-2-3 കളിച്ചത്? ഡിഫെൻസീവ്ലി പെട്ടെന്ന് ഓർഗനൈസ് ചെയ്യാൻ 4-2-3-1 അല്ലേ നല്ലത്? ഇപ്പോൾ എല്ലാ കളിയും 4-1-3-2 കളിക്കുന്ന അർജന്റീനയ്ക്കും ഡിഫൻസിലെ ഇഷ്യൂസ് സോൾവ് ആക്കാൻ 4-2-3 അല്ലേ നല്ലത്? അതോ മെസ്സിയെ അധികം ഓടാതെ കളിപ്പിക്കാൻ വേണ്ടിയാണോ അവർ 4-1-3-2 കളിക്കുന്നത്? 2022 വേൾഡ് കപ്പിൽ അവർ ഓരോ മാച്ചിലും ഫോർമേഷൻ മാറ്റിക്കൊണ്ടിരുന്നു. എല്ലാ ഫോർമേഷൻസും യൂസ് ചെയ്തു. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ ഒരു ടീമും എനിക്ക് തോന്നുന്നില്ല ക്ലബ് ലെവലിൽ വരെ ഒരു ടീമും ഒരു എന്താ പറയുക ഒരു ഫോർമേഷനോട് അത് മാറ്റാതെ ഞങ്ങൾ ഇത് മാത്രമേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും കളിക്കില്ല. ഇപ്പോൾ ഒരേ കളിക്കുള്ളിൽ തന്നെ ഇൻ ഗെയിം അതിപ്പോൾ വിത്ത് ദ ബോൾ ഒരു ഫോർമേഷൻ ആയിരിക്കും, വിത്തൗട്ട് ദ ബോൾ ഒരു ഇതായിരിക്കും. പിന്നെ ഇപ്പോൾ ഓരോ ടീമിനും അവർക്ക് അറിയാം അവരുടെ വീക്ക്നെസ് എന്താണ്. ഇപ്പോൾ അർജന്റീന ടീം നോക്കിക്കഴിഞ്ഞാൽ ഈ അവരുടെ മെയിൻ 3 മിഡ്ഫീൽഡേഴ്സ് എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, ഡിപ്പോൾ ഇവരാരും ഒരു ക്ലാസിക് നമ്പർ 6 അല്ല. നമ്പർ 6 ആണ് ഞാൻ ഏറ്റവും മികച്ച നമ്പർ 6 ഓർമ്മിക്കണം. ഇപ്പം പിർലോ ആയാലും റെഡോണ്ടോ ആ ക്ലാസ്സിലുള്ള കളിക്കാർ, പാട്രിക് വിയേറ അങ്ങനത്തെ ആൾക്കാർ. അപ്പം ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കാരണം അവർക്ക് പുറകിലൊരു പാരഡൈസ് വേണം. കുറച്ചൊരു ഇന്നലെയൊക്കെ ഇംഗ്ലണ്ടിനെതിരെ ജസ്റ്റ് ആദ്യത്തെ കുറച്ച് മിനിറ്റിലൊന്നും പോയി ടപ്പെന്നൊരു ടാക്കിൾ കൊടുക്കുക, നമ്മൾ ഈ കളിയിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. അത് എപ്പോഴും ഒരു വലിയൊരു മാച്ചിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്കിത് മനസ്സിലാവുന്നത് പണ്ട് ഈ ഇംഗ്ലണ്ടിൽ ഈ ഡാബി മാച്ചസ് ഒക്കെ കളിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട മിഡ്ഫീൽഡേഴ്സ് ആദ്യം അതാ ചെയ്യുക. മറ്റേ ടീമിൻ്റെ ഏറ്റവും വലിയ കളിക്കാരനാരാ അവരെ ആദ്യം തന്നെ പോയി ഒന്ന് കൊടുക്കും, ജസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി.
അതാണ് പാരഡൈസിന്റെ റോൾ ഈ ടീമിൽ. അതിപ്പോൾ സ്പെയിനെതിരെ എനിക്ക് ഉറപ്പാണ്. അതിപ്പോൾ ഒരു ഓൾമോ ആയാലും റോഡ്രി ആയാലും അവർ ആദ്യം തന്നെ വിവരം അറിയും ഇവർ കളിക്കണ്ടെന്നുള്ളത്. അപ്പം അതും ആ ഒരു പ്രൊട്ടക്ഷൻ വേണം ഈ അർജന്റീന ടീമിന്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെസ്സി ഒരു എന്താ പറയുക, ഒരു ട്രാക്ക് ചെയ്യണ ഒരു ഫോർവേഡ് ആയിട്ടോ ഒരു വൈഡ് പ്ലെയർ ആയിട്ടോ അല്ല കളിക്കേണ്ടത്. അപ്പം അവിടെയും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, അതിപ്പോൾ ഡിപ്പോൾ ആയാലും സിമിയോണിയും ആ ഒരു സ്പേസും കൂടി കവർ ചെയ്യണം. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ഫോർമേഷൻ മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടൊരു വീക്ക്നെസ്, ഇപ്പം മൊളീന് ഇന്നലെ അവർക്ക് ഇംഗ്ലണ്ടിന് വേഗം മനസ്സിലായി അതൊരു വീക്ക് പോയിന്റ് ആണ്. അപ്പൊ കുറച്ച് അർജന്റൈൻ മിഡ്ഫീൽഡേഴ്സും ആ ഭാഗത്തേക്ക് ശ്രദ്ധ വരാൻ തുടങ്ങി. ദിലീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അൽമാഡയെ കളിപ്പിക്കുമായിരുന്നു ഞാനാണെങ്കിൽ എന്നുള്ളത്. അതേതെങ്കിലും തരത്തിൽ ഈ കളിയിൽ ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഫൈനലിലേക്ക് വരുമ്പോൾ? അല്ല, നിക്കോ ഗോൺസാലസ് പക്ഷെ വന്നിട്ട് നന്നായി കളിച്ചു. പക്ഷെ ഒരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 55-ാം മിനിറ്റിന് ശേഷം അർജന്റീനയ്ക്ക് ഒരു 70 മീറ്റർ പിച്ച് ഉണ്ടായിരുന്നു ഫ്രീ ആയി കളിക്കാൻ. ആരും പ്രസ് ചെയ്യുന്നില്ല, ഒരു പ്രഷറും ഇല്ലാതെ കളിക്കാൻ പറ്റി. അത് സ്പെയിനെതിരെ, സ്പെയിനിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രസ്സിങ് ആണ്. ആ എംബാപ്പയ്ക്കൊന്നും ശ്വാസം കിട്ടിയിട്ടില്ല ശരിക്കും 85-90 മിനിറ്റ്. അപ്പം അത് അവരത്രയും ഇതായിട്ട് ഒരുമിച്ച് പ്രസ് ചെയ്യുകയും ചെയ്യും. അവരല്ലാതെ വെറുതെ ഒരുത്തൻ ഇങ്ങോട്ട് പോയി മറ്റാൾ അങ്ങനെ പോയി, അങ്ങനെ ആയിരിക്കില്ല. അപ്പം അത് ഈ ഇംഗ്ലണ്ട് ചെയ്യാത്ത പ്രഷർ സ്പെയിൻ എന്തായാലും ചെയ്യും. അപ്പം എങ്ങനെ അർജന്റീന കളിക്കുന്നു നോക്കണം. അവസാനത്തെ ചോദ്യം റഫറിമാരുടെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ്. സുഹൈലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ഫുട്ബോൾ അനലിസ്റ്റ് എന്ന നിലയിൽ താങ്കളുടെ വിലയിരുത്തലുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസ്ഥലങ്ങളിലും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരും. താങ്കൾക്ക് പരിചയമുള്ള റഫറിമാരും വലിയ മത്സരങ്ങൾക്ക് ശേഷം സമാനമായ സമ്മർദ്ദവും വിമർശനവും നേരിടാറുണ്ടോ? ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾ പോലുള്ള നിർണായക മത്സരങ്ങളിൽ ഒരു റഫറിയുടെ മനോനില എങ്ങനെയായിരിക്കും? ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ മാനസികമായി എങ്ങനെ തയ്യാറെടുക്കുന്നു? ഞാൻ 1-2 പേരോട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രേ പറയുള്ളൂ, നിങ്ങൾ എടുക്കണ തീരുമാനം ശരിയായ തീരുമാനമാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിപ്പോൾ ഏത് കളിക്കാനായാലും, ഇപ്പോൾ 2006 ഫൈനലിൽ ഹൊറേസിയോ എലിസോണ്ടോ എന്ന് പറഞ്ഞ അർജന്റീനയുടെ റെഫറി ആയിരുന്നു. സിഡാനിന് റെഡ് കാർഡ് കൊടുക്കണം. ഹെഡ് ബട്ട് ആദ്യം കണ്ടില്ല, പക്ഷെ 4th ഒഫീഷ്യൽ കണ്ടിട്ട് പറഞ്ഞു കാർഡ് കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ തലമുറയിലത്തെ ഏറ്റവും വലിയ കളിക്കാരന് ഒരു റെഡ് കാർഡ് കൊടുക്കുകയാണ് ഒരു ലോകകപ്പ് ഫൈനലിൽ. അത് എല്ലാ കാലവും ആൾക്കാർ ഓർമ്മിക്കും. പക്ഷെ അത് ശരിയായ തീരുമാനമാണോ തെറ്റായ തീരുമാനമോ അത് മാത്രം നോക്കിയാൽ മതി. അപ്പം ഈ ടോപ്പ് റെഫറീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മനക്കരുത്തുണ്ട്. അവർ കളിക്കാരെ നോക്കിയിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്, അല്ല കാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ഒരു കളിയും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്കറിയില്ല ഇപ്പോൾ ഏത് കളിക്കാരൻ, ചിലപ്പോൾ ഏറ്റവും മികച്ച കളിക്കാരനായിരിക്കും ഒരു തെറ്റ് പറ്റുക, സിഡാൻ്റെ കാര്യത്തിൽ പറ്റിയ പോലെ. ചിലപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും വിന്നിങ് ഗോൾ അടിക്കേണ്ടത്. പിന്നെ ഇതൊന്നും ഞാൻ തീരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു കോച്ച് അറിഗോ സാച്ചി, AC മിലാനിൻ്റെയും പിന്നീട് ഇറ്റലിയുടെയും. സാച്ചി പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോളാണ്. ഞാൻ അത്രേ കാണുന്നു, അല്ലാതെ ജീവിതം മാറ്റുന്ന പോരാട്ടമായിട്ടല്ല കാണുന്നത്.